the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ സമയത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ജീവിതത്തിൽ വിഭിന്നങ്ങളായ അനുഭവങ്ങളാണ് ഓരോ വ്യക്തികൾക്കും ദൈവം നൽകിയിരിക്കുന്നത്. ഈ വിഭിന്നങ്ങളായ സാഹചര്യങ്ങളും വിഭിന്നങ്ങളായ അനുഭവങ്ങളും അവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെതായ ആ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് പലപ്പോഴും അനുഗ്രഹമായി മാറുവാൻ ഇടയുണ്ട്. ആകയാൽ നമ്മുടെ ഈ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലൂടെ കടന്നു വന്ന് സാക്ഷിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും വളരെ ഒന്നിനുമേൽ ഒന്ന് മെച്ചപ്പെട്ട സാക്ഷ്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതാനുഭവങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കമന്റ്സുകൾ കാണുവാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽക്കാലത്തിങ്കിൽ നമ്മോടൊത്ത് കുവൈറ്റിൽ നിന്ന് കർത്താവിന്റെ ദാസി റസിയത്ത് എബ്രഹാം നമ്മളോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ ജോലി തിരക്കുകളും മറ്റിതര കാര്യങ്ങളും തന്റെ ദാസിക്ക് ഉണ്ടെങ്കിലും അതിന്റെ ഒക്കെ നടുവില് നമ്മോടൊത്ത് ഈ സമയം വേർതിരിപ്പാൻ കർത്താവിന്റെ ദാസി കാണിച്ച സന്മനസ്സിനായിട്ട് ആദ്യമേ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുവീൻ എന്നാണല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത്. ആകയാല് നമുക്ക് കിട്ടുന്ന ഏത് പ്ലാറ്റ്ഫോമിലും ഏത് സമയത്തും സാക്ഷിക്കുവാൻ കർത്താവ് കൃപ തരുന്നു. കർത്തദാസി ഇന്ന് ഈ പകൽക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം തന്നെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് കർത്തദാസിയെ വളരെ ആദരവോടും വളരെ സ്നേഹത്തോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ദൈവം ഇടയാക്കി. ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് എങ്കിലും ഇതൊക്കെ ദൈവത്തിന്റെ നിയോഗമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെയും ഒരു കാലത്ത് ദൈവം ഇല്ലാത്തവരായി ജീവിച്ചു. എന്നാൽ ഈ ജീവനുള്ള കർത്താവിനെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ നമ്മൾക്ക് ലഭിച്ച ഈ സന്തോഷം മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു കൊടുക്കുവാനാണ് നാം ഈ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ ദാസിയെയും ദാസിനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം കർത്തദാസിക്കുണ്ട് എന്ന് ആമേൻ ഞാൻ പലരിലൂടെ അറിയുവാൻ ഇടയായതിനാലാണ് കർത്തദാസിയെ ക്ഷണിക്കുവാൻ ഇടയായത്. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിക്ക് ഇന്ന് പകൽക്കാലം തന്റെ ജീവിതത്തിന്റെ ബാല്യകാല പശ്ചാത്തലങ്ങളെ താന് ഏത് നിലയിലൂടെയാണ് കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായത്, ഈ ദിവസങ്ങളിൽ കർത്താവ് നടത്തുന്ന വിധങ്ങൾ ഒക്കെയും യാതൊരു വിധത്തിലും മറവില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കിടുവാൻ സമയമുണ്ട്. തന്റെ സമയങ്ങളെ വിനിയോഗിച്ച് കർത്തനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി തന്റെ സാക്ഷ്യങ്ങൾ വേർതിരിപ്പാൻ സമയം തരുന്നു. അതിനു മുൻപായിട്ട് ഒരു നിമിഷം കർത്തദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ലൈവിലേക്ക് കടന്നു വന്ന് സാക്ഷിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു. നമുക്ക് ചേർന്ന് കർത്തദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. വിലപ്പെട്ട സമയം കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് തന്നിരിക്കുന്നു. ഈ കർത്താവെ മീഡിയയിലൂടെ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ അവിടുത്തെ അഭിഷിക്ത ദാസിക്ക് ഇന്ന് സമയം നൽകിയല്ലോ കർത്താവെ. ഈ സാക്ഷ്യം അനേകായിരങ്ങൾക്ക് ഒരാശ്വാസവും സന്തോഷവും ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടതിനും ഒരു കാരണമാക്കേണ്ടതിനായിട്ട് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകാൽ തന്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ടവനെ, തന്റെ വേലകളെ, തന്റെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ അവിടുത്തെ നാമം മഹിമപ്പെടുവാൻ തന്റെ സാക്ഷ്യങ്ങളിൽ കൂടി ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നെറ്റ് സിസ്റ്റം എല്ലാം യാതൊരു തടസ്സവും കൂടാതെ ആയിരിക്കാൻ ദൈവം ഇടയാക്കണമേ. നെറ്റ്വർക്കിൽ യാതൊരു പ്രോബ്ലംസും ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കരുതേ. തുടക്കം തൊട്ട് ഒടുക്കം വരെയും അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറച്ചനുഗ്രഹിക്കും. പ്രാർത്ഥനയാചനയും കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസിയെ ഈ പകൽക്കാലത്തിങ്കൽ സന്തോഷത്തോടെ ആമേൻ തന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാനായിട്ട് ഞങ്ങൾ ആമേൻ സ്വാഗതം ഒരിക്കൽ കൂടി ചെയ്യുന്നു. കർത്തദാസിക്ക് തുടർന്നുള്ള സമയങ്ങൾ
ആമേൻ വേർതിരിച്ചു തരുന്നു. കർത്താവിന്റെ ദാസ സാക്ഷ്യങ്ങൾ പറയാൻ ആരംഭിച്ചാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ ഈ വചനവീതി ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസി, കുഞ്ഞുങ്ങൾ, കുടുംബം എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ ഏത് സമയത്തും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന അവസരങ്ങൾ, അത് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിപ്പാൻ കർത്താവ് തരുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം പോലെ ഭൂമിയുടെ അറ്റത്തോളം പോയി ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബാല്യകാലത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ്, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കരുനാഗപ്പള്ളി. ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 6 മക്കളായിരുന്നു. അതിൽ ഞാൻ 4ാമത്തെ മകളാണ്. ഞങ്ങൾ 6 മക്കളിൽ ഞാൻ 4ാമത്തെ മകളായിട്ടാണ് ജനിച്ചത്. എനിക്ക് മൂത്ത ഒരു സഹോദരിയും 2 സഹോദരന്മാരും ഇളയ 2 അനുജത്തിമാരുമാണുള്ളത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ വിദ്യാഭ്യാസാർത്ഥം നേഴ്സിംഗ് പഠിക്കുവാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൽ കടന്നുപോയി. അവിടെ വെച്ചാണ് എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനിടയായിത്തീർന്നത്. എൻ്റെ ബാല്യകാലത്തിൽ യേശുക്രിസ്തു ആരാണെന്നോ ക്രിസ്ത്യാനി ആരാണെന്നോ ഒന്നും എനിക്കത്ര പരിചയമില്ലായിരുന്നു. ഞാൻ ആകെ യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയത് ക്രിസ്തു മത സ്ഥാപകൻ, അത് നമ്മുടെ സ്കൂളിൽ സാമൂഹ്യ പാഠത്തിൽ പഠിച്ച ഒരു പാരഗ്രാഫിൽ കൂടെയുള്ള ഒരു അറിവ് മാത്രമേ എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ നെയ്ബേഴ്സായിട്ടാണെങ്കിലും ആരും ക്രിസ്ത്യാനികളില്ലായിരുന്നു, ഹിന്ദുക്കളാണ് കൂടുതൽ പേരും. പിന്നെ മുസ്ലിംസ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു 2-3 ഫാമിലി ഉണ്ട്. അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ നേഴ്സിംഗ് കോളേജ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. അത് പല ഡിനോമിനേഷനിൽപ്പെട്ടവരാണ്. അന്നൊന്നും എനിക്ക് അങ്ങനെ ഡിനോമിനേഷൻ ഉണ്ടെന്നോ ഇങ്ങനെ ഇതിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നവരാണെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഞാൻ എൻ്റെ റൂംമേറ്റ് മുഖാന്തരം ഒരു പ്രൊട്ടസ്റ്റന്റുകാരുടെ അല്ലെങ്കിൽ വേർപെട്ട് ആരാധിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, അവിടെ അന്ന് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടെ, സീനിയേഴ്സും എല്ലാവരും കൂടെ, കാത്തലിക്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലേക്ക് എൻ്റെ റൂംമേറ്റ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവിടെ വെച്ചാണ് പ്രാർത്ഥനയുടെ ഒരു മഹത്വം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഭവനത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. അന്ന് നമുക്കറിയാം, അന്നത്തെ കാലത്തൊക്കെയും ഫാമിലിയായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഒരു ലെറ്റർ എഴുതി കുറഞ്ഞൊരു 3-4 ദിവസം എടുക്കും നമുക്കൊരു കണക്ഷൻ കിട്ടണമെങ്കിൽ. അന്ന് ഫോണോ മറ്റോ ഇതുപോലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെതായ ഒരു ഉണ്ടല്ലോ, ഒരു ഹോം സിക്നെസ്, അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മളെ ഒരു ഒറ്റപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഏകാന്തതയുടെ അനുഭവങ്ങളൊക്കെ ആ സമയത്ത് അനുഭവപ്പെട്ടപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി എൻ്റെ ഒരു ക്ലാസ്മേറ്റ് തന്നെ പ്രാർത്ഥിച്ചു തന്ന്, ഉറക്കെ പ്രാർത്ഥിച്ചു, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് നല്ലൊരു ആശ്വാസം, ഒരു സമാധാനം എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത് കൊള്ളാമല്ലോ, ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുന്നത് നല്ലതാണല്ലോ എന്നുള്ള ചിന്തയിൽ ഞാൻ എല്ലാ ദിവസവും സന്ധ്യയ്ക്കുള്ള ആ പ്രാർത്ഥനയിൽ കടന്നു പോകുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെയാണ് എനിക്ക് ഇങ്ങനൊരു അനുഗ്രഹം, അതായത് അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരം ഒരുക്കി തന്നു. അങ്ങനെ എൻ്റെ റൂംമേറ്റ്സും ക്ലാസ്മേറ്റ്സ് അങ്ങനെ പലരെല്ലാവരും കൂടെ ചേർന്നിട്ട് വെളിയിൽ ഒരു ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുമായിരുന്നു. അന്ന് ഞാൻ പോയിട്ടില്ല. അവരെല്ലാം പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ ഇങ്ങനെ ഡിസ്കഷനാണ്. അന്ന് അവിടെ എടുത്തുകൊണ്ടിരുന്നത് ബൈബിൾ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ചൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവർ തന്നെ, അതായത് കാത്തലിക്സ്
മറ്റേ ഓർത്തഡോക്സുകാര്, യാക്കോബക്കാര്, അവർക്കൊക്കെ ഇതൊരു പിന്നെ പുതിയ അറിവായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് പിന്നെ ഇതൊന്നും ബാധിക്കാത്തത് കൊണ്ട് ഞാൻ അത്രയൊന്നും ബോധേഡ് അല്ലായിരുന്നു. എങ്കിലും ഇവർ പറയുന്നതിനെ കുറിച്ച് ഞാനും എൻ്റെ റൂമിലൊക്കെ ഇരുന്നായിരിക്കും സംസാരിക്കുന്നത്. കാരണം എൻ്റെ റൂംമേറ്റ് ഉണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുമ്പം എനിക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാനും ഈ പറഞ്ഞതുപോലെ ചെറിയ പ്രായത്തിൽ ഒരു ദൈവഭയമുള്ള കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. മുസ്ലിം ആയിരുന്നതിൻ്റെ കൊണ്ട് ആ രീതിയിൽ പോയി എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയും ഖുർആൻ പാരായണവും ഒക്കെ ഉള്ള ഒരു ഭവനത്തിലായിരുന്നു. അപ്പോൾ ഒരു ദൈവികമായ ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കർത്താവ് രണ്ടാമത് വരും, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ കർത്താവ് കൊണ്ടുപോകും, അങ്ങനെയുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ആത്മാവിൻ്റെ വിലയെക്കുറിച്ച്, അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും പൊതുവെ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ ഈ ജഡത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ സമയം ചെലവഴിക്കുന്നത്. ഈ ജഡത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന മറ്റു എല്ലാ കാര്യങ്ങളിലും മാക്സിമം, അതായത് ഒരു 90% ജഡത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു 10% പോലും എനിക്ക് തോന്നുന്നില്ല ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യൻ സമയമോ ഇതോ ചെലവഴിക്കുന്നുണ്ടെന്ന്. അന്നത്തെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. അതായത് ആത്മാവിന്, അതായത് മനുഷ്യൻ പാപികളാണ്, ആ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേറൊരു മാർഗവും ഇല്ല. യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ ഒരു മാർഗത്തിലേക്ക് കടന്നു വരുവാൻ, അതിലേക്ക് വരണം എന്നുള്ളതാണ് അന്ന് എൻ്റെ സഹോദരിമാര്, അതായത് ക്ലാസ്മേറ്റ്സ് ഒക്കെ ഈ ബൈബിൾ ക്ലാസ്സിലൂടെ പറയുന്നതും അതിൽ നിന്ന് ലഭിച്ചതുമായ ഒരു ഉത്തേജനം അതായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി ഒരു ആഗ്രഹം തോന്നി ഇവരുടെ കൂടെ ഒന്ന് പോയാലോ. കാര്യം ഇതൊന്നും ആത്മീയ ഇങ്ങനൊരു ക്രിസ്ത്യാനി ഒരു അനുഭവത്തിൽ വരാനൊന്നുമുള്ള ഇതിലല്ല. മനസ്സിൽ ഒന്ന് ഔട്ടിംഗ് ഒക്കെ ആണെങ്കിലും അതൊന്ന് പോയി അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനായിട്ട് ചോദിക്കുകയല്ല, കാരണം അത് അവർ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയല്ല. ഞാൻ അത് ശരിയാകത്തില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ വിളിച്ചു ഈ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നോട് പറഞ്ഞു, നീ വരുന്നോ, നീ വാ, നമുക്ക് വാ, മീറ്റിംഗ് അത് അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം. ഒരു സൺഡേ ഈവനിങ്ങിലാണ് ഈ ബൈബിൾ ക്ലാസ് നടക്കുന്നത്. അങ്ങനെ ഞാൻ ആ ബൈബിൾ ക്ലാസ്സിന് കടന്നുപോയി. അന്ന് അവിടെ വെച്ച് കേട്ട വചനങ്ങൾ, അതായത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും അന്ത്യന്യായവിധിയെക്കുറിച്ചും. അപ്പം മുസ്ലിംസിന് ഈ ന്യായവിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെ നമുക്ക് ഈ ന്യായവിധി അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാം എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. അതിനൊരു വ്യക്തത ഇസ്ലാമിൽ പറയുന്നില്ല. എൻ്റെ ആ ബാല്യകാല അനുഭവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പം ഇത് സിമ്പിളാണ്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. യേശുക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നതെന്നും ഈ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തു, ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പം നമ്മുടെ ഈ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തപ്പെട്ട കർത്താവിൽ വിശ്വസിക്കുക. എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, എനിക്ക് വേണ്ടിയിട്ട് മരിച്ച എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കണം, കർത്താവിൽ വിശ്വസിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം. ആ അനുഭവത്തിലൂടെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നിത്യത ജീവൻ പ്രാപിക്കാം, സ്വർഗത്തിൽ പോകാം. അത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചോളം നോക്കുമ്പം ഒരു വ്യക്തതയില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇന്നത് ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു ഇത് സ്വർഗത്തിൽ പോകാം എന്നുള്ള ഒരു അനുഭവത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഈ വാക്യങ്ങളൊക്കെ വെച്ചിട്ടും ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. ഇങ്ങനെയാണല്ലോ ക്രിസ്ത്യാനികൾ പറയുന്നത്, അപ്പോൾ ഇതെന്തോ. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഒന്നും ലഭിച്ചില്ല. ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ ആരായിട്ട് ജനിച്ചോ അതുപോലെ അങ്ങ് ജീവിക്കുന്നു. ഒരു ഇസ്ലാമായിട്ട് ജനിച്ചത് കൊണ്ട് തന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും അങ്ങനെ ജീവിച്ചു. അല്ലെങ്കിൽ ഏതൊരു കുടുംബത്തെ എടുത്തു നോക്കിയാലും അവരേത് ഇതിൽ ജനിച്ചുവോ അതനുസരിച്ച് അവർ ജീവിച്ചു പോകുന്നു. അതിൽ കവിഞ്ഞ് അവരൊരു ആത്മീയതയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഒരു നിത്യതയെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല. അവരാ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ആ ഒരു അനുഭവത്തിൽ പോകുന്നു. അവർക്ക് ഈ ലോകത്തിൻ്റെ, എന്നാൽ ഈ ലോകത്തിന് വേണ്ടിയിട്ട്, ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു രോഗം വന്നാൽ ഇന്നടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ സുഖമാകും, അങ്ങനെ പോയി പ്രാർത്ഥിപ്പാൻ അവർക്ക് അവർ അത് ചെയ്യും. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ രോഗത്തിന് സൗഖ്യം വരുമെന്ന് പറയുമ്പോൾ അത് പോയി ചെയ്യും.
അത് അന്നേരം അവർ ജാതി മതമൊന്നും നോക്കിയല്ല, അവരുടെ ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിടുതലിന് വേണ്ടിയിട്ട് അവർ പോകും. എന്നാൽ ഒരു നിത്യമായതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ എൻ്റെ ഇതിൽ മനസ്സിലാക്കുന്നത്. അന്ന് ദേവദാസൻ ഓർപ്പിച്ചതായ വചനങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുക. അന്ന് ദേവദാസൻ ഓർപ്പിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്ത്യന്യായവിധിയുടെ ലക്ഷണങ്ങള്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് മുമ്പായി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ വ്യക്തമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ദൈവവചനത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോഴും നമുക്ക് അന്ന് അതെങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് മോശ ഏലിയാവും മറുരൂപമല്ലയിൽ അന്ന് ഈ ആന്റിക്രൈസ്റ്റിന്റെ സമയത്ത് വരുമ്പോൾ ഭൂമിയിലുള്ള സകലരും അവരെ കാണും എന്ന് പറയുന്നുണ്ട്. അന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. എന്നാൽ ഇന്ന് നമുക്ക് വളരെ കൃത്യം അത് അവിടെ വളരെ, അതായത് നമ്മൾ ഈവൻ ഫ്ലൈറ്റിൽ പോയാൽ പോലും, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ കണക്ഷൻ ഇല്ലാത്ത ഇപ്പൊ എങ്ങുമില്ല. അപ്പൊ അത്ര വ്യക്തമായിട്ടാണ് അന്ന് എഴുതി വെച്ച വചനങ്ങൾ, അതായത് ഏകദേശം 1600 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എഴുതി വെച്ച വചനം വളരെ കൃത്യമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇത് മഹത്വം ഇപ്പോഴേ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അന്ന് നമ്മൾ ഓർക്കും ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. എന്നാൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ത്യന്യായവിധി അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളെല്ലാം ഇങ്ങനെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് ദൈവം ഈ ലിഡിയായുടെ ഹൃദയം തുറന്നു എന്ന് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ഒന്നും മനസ്സിലാക്കിയിട്ടൊന്നും അല്ല കർത്താവിനെ വിശ്വസിക്കാൻ അന്ന് എനിക്ക് സാധിച്ചത്. എങ്കിലും എൻ്റെ ഹൃദയം അതിനുവേണ്ടി ദൈവം തുറന്നു തന്നു. ഇതൊന്ന് വിശ്വസിപ്പാൻ, എനിക്ക് കർത്താവിൽ വിശ്വസിപ്പാൻ, കർത്താവ് എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിപ്പാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെ കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിപ്പാൻ 1982 ഒക്ടോബർ 10 ഞാൻ സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു. 1900 ആ ദിവസങ്ങളിൽ തന്നെ, അതായത് 81 ജൂണിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 82 ഒക്ടോബറിൽ ഞാൻ സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ നൽകി. അതുപോലെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാനും ദൈവകൃപയിൽ നിലനിൽപ്പാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ ആ സമയങ്ങളിലൊക്കെ ഹോസ്റ്റലിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ വളരെ പ്രതികൂലങ്ങളുണ്ടായി. മാതാപിതാക്കൾ, കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ അവിടെയൊക്കെ കർത്താവ് നിലനിർത്തി. ഞാൻ മാത്രമല്ല അന്ന് ഈ പറഞ്ഞ ഡ്യൂട്ടി രക്ഷിക്കപ്പെട്ടു വന്നു. ഞങ്ങൾ 12 പേര് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് അവസരം നൽകി. ഞങ്ങളുടെ കോളേജിൽ നിന്ന് 16 പേരോളം മൊത്തത്തിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു ആ സമയത്ത്. അങ്ങനെ കോളേജിൽ തന്നെ ഒരു വലിയ ഉണർവിന്റെ ഒരു സമയമായി തീർന്നു. അതൊക്കെ അതിന്റെ പിന്നിലൊക്കെയും ഏകരായിട്ട് വിശ്വാസത്തിൽ വന്ന, അതായത് ആ കോളേജിൽ ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു ഞങ്ങളുടെ സീനിയർ ബാച്ചിലെ ഒരു ലിസി എന്ന് പറയും, പുള്ളിക്കാരിയുടെ പ്രാർത്ഥന, ആ കുടുംബത്തിന്റെ പ്രാർത്ഥനയാണ് എനിക്ക് കൂട്ടുകാരെ തരണം, വിശ്വാസികളായ കൂട്ടുകാരെ തരണം എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് അന്ന് 10-16 പേര് ഒന്നിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, ആ ഒരു 4 വർഷത്തിനിടയ്ക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തിന് വേണ്ടി ജീവിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. പിന്നത്തേതില് ഞങ്ങളെ എല്ലാവരെയും കർത്താവ് വിവിധ സ്ഥാനങ്ങളിലാക്കി വിവാഹം കഴിഞ്ഞു. അങ്ങനെ പലയിടത്തായിട്ടായിരിക്കുന്നു, അമേരിക്കയിലും UK-യിലും അങ്ങനെ പലയിടത്തുണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവര്. അങ്ങനെ കർത്താവ് ഞങ്ങളെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം ഇങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ദൈവം അവസരങ്ങളെ നൽകി തന്നു. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നീട് ജീവിതത്തിന്റെ പല പ്രതികൂലങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സമയത്ത് തന്നെ പ്രതികൂലങ്ങളൊക്കെയും ജീവിതത്തിൽ കടന്നു വന്നു. ഭവനത്തിൽ നിന്നും കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നൊക്കെയും പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നാൽ പിന്നത്തേതില് പിന്നെ വിവാഹമൊക്കെ കഴിയാൻ കർത്താവ് അവസരം നൽകി. ആ സമയമൊക്കെയും ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ പേടിയായിരുന്നു ഭവനത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുവാൻ. അന്ന് വിവാഹത്തിന്റെ സമയമൊക്കെ വന്നപ്പോൾ ഒരു മുസ്ലിമിനെ കുറിച്ച് ഉള്ള ചിന്ത അവർക്ക് അതെല്ലാം പറ്റുള്ളൂ. അവരൊരു ഇസ്ലാമിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ ദൈവം, എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ സഹോദരന്മാരുടെയോ മാതാപിതാക്കളോടൊന്നും ഒന്നും എതിർത്ത് പറയാത്ത ഒരു പ്രകൃതമായിരുന്നു. ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കുന്നെങ്കിൽ, ഞാൻ വിവാഹം കഴിക്കുവാണെങ്കിൽ ഒരു പെന്തക്കോസ്തുകാരനെ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ, അതല്ലെങ്കിൽ എനിക്ക് കല്യാണം വേണ്ട, ഞാൻ അതോർത്ത് നിങ്ങളാരും ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ
ദൈവം ഇങ്ങനെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ച് തന്നു. എൻ്റെ ഭവനത്തിൽ എൻ്റെ മൂത്ത സഹോദരൻ, ഒരു സഹോദരൻ ആ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ കർത്താവ് അവസരം നൽകി. ഞാനത് അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ കുറഞ്ഞ പക്ഷം അവരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ എനിക്ക് വിവാഹം കഴിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകം എന്നവണ്ണം എൻ്റെ കുടുംബക്കാരെ എല്ലാം കൂടെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് എൻ്റെ ഒരു സഹോദരൻ കടന്നു വരുവാനിടയായിത്തീർന്നു. ഞങ്ങളുടെ ചർച്ച് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു ആ വിവാഹമൊക്കെ നടന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കുടുംബജീവിതം കർത്താവ് നൽകി. തുടർന്ന് ഞാൻ അന്ന് ശ്രീചിത്രയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് വിവാഹം നടക്കുന്നത്, ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിൽ. അവിടുന്ന് പിന്നെ ഞാൻ അന്ന് ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു. 1989 വിവാഹം. 90 ഞാൻ കുവൈറ്റിൽ വിസിറ്റിന് വന്നു. 90 ഏപ്രിലാണ് വന്നത്. മെയ്യിൽ തിരിച്ചുപോയി, ജൂണിൽ തിരിച്ചുപോയി. എന്നിട്ട് ഇവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, സെലക്ഷനൊക്കെ ആയി, വിസ ലഭിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഇൻവേഷൻ 1990 ഓഗസ്റ്റിൽ. അപ്പം ഓഗസ്റ്റിൽ എനിക്ക് വിസ ലഭിക്കേണ്ട. ഓഗസ്റ്റ് 5-ന് വിസ ലഭിക്കും. പിന്നെ 8-ാം തീയതി ചേട്ടനും ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. അവർ നാട്ടിൽ വരുമ്പം വിസ കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾക്ക് വരാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഓഗസ്റ്റ് 2-നാണ് ഇറാഖി ഇൻവേഷൻ. അതോടെ ആ പ്രതീക്ഷയെല്ലാം പോയി. അന്നേരവും ഞാൻ ഇങ്ങനെ ഓർത്ത് അന്ന് നമ്മൾ പിന്നെയും അന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിവാഹമൊക്കെ കഴിഞ്ഞ് അമേരിക്കയ്ക്കൊക്കെ എല്ലാവരും പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. ശ്രീചിത്രയുടെ ഹോസ്റ്റലിലാണ്. അന്ന് ശരിക്കും നമ്മൾ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളൊക്കെ, ചർച്ചും സഭയൊക്കെ നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു, പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രത്യേകം ഉപവസിച്ചു. അങ്ങനെ ഒരു ആത്മീയ സപ്പോർട്ടുണ്ട്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് ചിത്രായിൽ എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ അപ്പോൾ അവർക്കൊരു അതിശയമാണ്, ഇവള് വിശ്വാസം ഒക്കെ പറഞ്ഞ് പെന്തക്കോസ്തിലൊക്കെ പോയിട്ട് ഇപ്പം കണ്ടില്ല ഇവൾക്ക് പറ്റിയത്, ആ ഒരു ചിന്തയായിരുന്നു എല്ലാവർക്കും. അപ്പം നമ്മൾക്കും ഒരു കർത്താവ് ഇത് എന്തുകൊണ്ടെന്നുള്ള ഒരു ചിന്ത നമുക്ക് വരും. അപ്പം അന്ന് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി. നമുക്ക് എല്ലാം ഒരു ബുദ്ധിമുട്ടാണല്ലോ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിങ്ങനെ വരും. ഭവനത്തിൽ ചെല്ലുമ്പോൾ, എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ അവരോർക്കും, കണ്ടോ അവളിങ്ങനെ പോയിട്ടല്ല ഇങ്ങനെ പറ്റിയല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്കും വരും. ആരും പ്രത്യക്ഷമായിട്ടൊന്നും പറഞ്ഞില്ല എങ്കിൽ പോലും അതൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാനും ഓർത്ത്, കർത്താവ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എന്നാൽ എൻ്റെ ഒരു ഫ്രണ്ട് അന്ന് അമേരിക്കയിലുണ്ട്. അവൾ എനിക്ക് എഴുതിയ റസ്യത്തെ, ദൈവം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളൊക്കെ വരുന്നതെന്ന്. അന്ന് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ഞാൻ ഓർക്ക്, ഇങ്ങനെയാണോ ദൈവം സ്നേഹിക്കുന്നതെന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അന്ന് ഇപ്പം ഇവിടെ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ നമ്മളെ ദൈവം എന്തുകൊണ്ട് ബാലശിക്ഷ കഴിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് ദേവദാസൻ വചനം ശുശ്രൂഷിക്കുന്നത്. അന്നേരം ഞാനിങ്ങനെ മനസ്സിലാക്കുകയാണ്, ശരിയാണ്, ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ് ചിന്ത, നമ്മുടെ ഈ ജഡത്തെക്കുറിച്ചല്ല. ദൈവം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആത്മാവിൻ്റെ വിടുതലാണ്, ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മുടെ ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത്. അപ്പം ഒരുപക്ഷെ നമ്മൾ ജഡത്തിലോ നമ്മുടെ മനസ്സിലോ ഒക്കെ ശിക്ഷകൾ അനുഭവിക്കാം. നമുക്ക് ഭാരങ്ങൾ വരാം, രോഗങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ ആത്മാവിൻ്റെ രക്ഷ, ആത്മാവിനെ എങ്ങനെ നമ്മൾ ഒരുക്കിയെടുക്കാം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ ബാലശിക്ഷകളോ എന്തെങ്കിലും ദുഃഖങ്ങളോ ഭാരങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ താഴുക, ദൈവസന്നിധിയിൽ വിനയപ്പെടുക, ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് നമ്മൾ ആരായുക. അതോടെ നമുക്ക് ആ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. ദൈവം നമ്മുടെ നിത്യതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവൻ, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു പക്ഷേങ്കിൽ ചെറിയ ചെറിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതൊക്കെ നമ്മളെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അന്നിങ്ങനെ ഓർക്കുമായിരുന്നു, അന്ന് ആ ഒരു പ്രതികൂലങ്ങൾ, അങ്ങനെ ഒരു പ്രയാസമൊക്കെ കടന്നുപോയി. ഏകദേശം ഒരു 9 മാസത്തോളം അങ്ങനെ അങ്ങ് പോയി. ഒരു ടെലിഫോൺ കോൾ ഇല്ല. കാരണം ഇവിടെ ഇൻവേഷൻ അല്ലേ, അന്ന് പിന്നെ ഒരു കണക്ഷൻസും ഇല്ലല്ലോ. ഈവൻ ലെറ്റർ പോലും നോർമൽ പോസ്റ്റൽ സർവീസുകളൊന്നും ഇല്ല. അന്ന് ഇവിടുന്ന് ഓടിപ്പോകുന്നവരുടെ കയ്യിലൊക്കെ ഓരോ ലെറ്റർ തുണ്ട് പേപ്പറിലൊക്കെ എഴുതി കൊടുത്തു വിട്ട ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ അവസ്ഥ. പിന്നെ
അന്ന് ഒരു ഹാം റേഡിയോ ഉള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മെസ്സേജുകൾ പാസ് ചെയ്ത് തന്നിട്ടുണ്ട് അവിടെ ഞാൻ ചിത്രയിൽ വർക്ക് ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിക്കേഷനേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവം അവിടെ എല്ലാം ഞങ്ങളെ നിലനിർത്തി, ദൈവം കൃപ ചെയ്തു. അങ്ങനെ 92-ൽ എനിക്ക് കുവൈറ്റിൽ കടന്നു വരുവാൻ ദൈവം അവസരം നൽകി, ഇൻവേഷനൊക്കെ മാറിക്കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ കർത്താവ് നൽകി. 3 പെൺകുഞ്ഞുങ്ങൾ. അവരുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞവരിപ്പോൾ വിവിധ സ്ഥലങ്ങളിലായിട്ട് ജോലിയൊക്കെ ആയിട്ടായിരിക്കുന്നു. അതുപോലെ ഹസ്ബൻഡ് ഇവിടെ കുവൈറ്റിലാണ്, ഞങ്ങൾ ഒന്നിച്ചായിരിക്കുന്നു. പിന്നെ ഞാൻ ഡിഫൻസിലാണ്, കുവൈറ്റിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ ഇത്രത്തോളമൊക്കെ സഹായിച്ചു. ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആത്മീയ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ദൈവം ഞങ്ങളെ സന്തോഷത്തോടെ നടത്തുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല, എന്നാൽ എല്ലാവർക്കും വിശ്വാസമാണ്. അവരുടെ ഏതൊരു പ്രയാസഘട്ടത്തിലും പ്രതികൂലങ്ങളുടെയൊക്കെ മധ്യത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രാർത്ഥനയാണ് വലുത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കുന്ന ദൈവമാണെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. അവർ നമ്മളോട് പ്രാർത്ഥന അപേക്ഷിക്കാറുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അവരുടെ ഹൃദയത്തിലും തൊടണം. ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും കർത്താവിൻ്റെ സന്നിധി വരുവാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ ദൈവം അവരെ ആകർഷിക്കണം. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുന്ന കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. അപ്പോൾ ദൈവനാമം ഉയർത്തപ്പെടുമ്പോൾ, കർത്താവിനെ ഉയർത്തുമ്പോൾ ദൈവം അത് നിവർത്തിച്ചു തരും. അതുപോലെ തന്നെ ഞാൻ എസെക്കിയേൽ പ്രവചനത്തിലാണെന്ന് തോന്നുന്നു ഒരു വാക്യം ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ, അവരെ ഞാൻ എന്നോട് അടുപ്പിക്കും, അല്ലാതെ എന്നോട് അടുക്കുവാൻ ധൈര്യപ്പെടുന്നവൻ ആർ എന്നൊരു വാക്യം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അത് വായിച്ചപ്പോൾ ഓർക്കുകയാണ്. എല്ലാ മതങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ അത് ദൈവത്തോട് അടുക്കുവാൻ എല്ലാ മതത്തിലുള്ളവരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തോട് അടുക്കുവാനുള്ളൊരു മാർഗം അവർക്ക് കിട്ടുന്നില്ല. അതാണ് ആ വ്യത്യാസം. യേശുക്രിസ്തുവിലൂടെ ദൈവം ഞാൻ അവരെ എന്നോട് അടുപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിലൂടെയാണ് ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ആ ഒരു മർമ്മമാണ് ശരിക്കും യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. അതായത് ദൈവം സർവശക്തനായ ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ്. ഈ പാപികളായ മനുഷ്യർക്ക് ദൈവത്തോട് അടുക്കണമെങ്കിൽ ആ പാപത്തിന് അല്ലെങ്കിൽ ആ പരിശുദ്ധിക്കും ഈ അശുദ്ധരായ മനുഷ്യർക്കും തങ്ങളിൽ ഒരു പാലം വേണം. ആ പാലമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ആ പരിശുദ്ധ രക്തത്താൽ നമുക്ക് കഴുകൽ പ്രാപിച്ചത് കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയുകയുള്ളൂ. ആ ഒരു ഇതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. ആ ഒരു സത്യം ഗ്രഹിക്കാൻ ഗ്രഹിച്ചാലേ നമുക്ക് യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് അടുക്കുവാൻ കഴിയത്തുള്ളൂ. അത് മനസ്സിലാക്കിയാണ് ഇന്ന് മനുഷ്യർ മനസ്സിലാക്കേണ്ട സത്യം അത് തന്നെയാണ്. ഞാനതിങ്ങനെ ഓർക്കുകയായിരുന്നു. ആ ഒരു സത്യം ഗ്രഹിച്ചാലേ നമുക്ക് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന ഞങ്ങൾ വിളിക്കുന്ന ദൈവം ഞങ്ങൾക്ക് ഇതിന് സാധിച്ചു തരുന്നുണ്ട്, ഞങ്ങൾക്ക് അതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ രോഗം മാറുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അവർ പറഞ്ഞാലും അവരുടെ ആത്മാവിൻ്റെ രക്ഷ അവിടെ നടക്കുന്നില്ല. ആത്മാവിൻ്റെ രക്ഷ നടക്കണമെങ്കിൽ അതായത് പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടിയാലേ നമ്മുടെ ആത്മാവിന് നിത്യരക്ഷ ലഭിക്കുകയുള്ളൂ. ആ പാപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ കഴുകാൻ കഴിയുകയുള്ളൂ. ബാക്കി എല്ലാവരും അതുകൊണ്ടാണ് പല യാഗങ്ങളുണ്ട്, പല വിധത്തിലുള്ള യാഗങ്ങൾ പല മതങ്ങളും ചെയ്യുന്നുണ്ട്. അത് ഒരു രക്തം ചൊരിഞ്ഞുള്ള യാഗമുണ്ട്, അല്ലാത്ത യാഗങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. പക്ഷെ അതിലൂടെ ഒന്നും ദൈവത്തോട് അടുക്കുവാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് അവർക്ക് ഗ്രഹിക്കുക എന്നുള്ളതാണ് ഈ സുവിശേഷീകരണം കൊണ്ട് നടക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷീകരണം നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്ന യേശുക്രിസ്തു ആണ്. ആ യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ടത് ഈ സത്യമാണ്. നമ്മൾ സുവിശേഷം പങ്കുവെക്കുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് യേശുക്രിസ്തുവിലൂടെ ഉള്ള ആ നിത്യരക്ഷയാണ്.
അവര് എന്തെങ്കിലും ചെയ്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം. അല്ലെങ്കിൽ എൻ്റെ ആ ബാല്യകാലത്ത് ഞാൻ ചിന്തിച്ച ദൈവം എന്ന് പറയുന്ന എവിടെയോ ഇരിക്കുന്ന ഒരു ഇത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക, ഇതാണ് അന്നത്തെ ചിന്ത. പക്ഷെ അങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവം കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന ഞാനത് ചെയ്തു തരുമെന്നാണ്. അത് പിതാവിനോട് അപേക്ഷിക്കേണ്ടത് പുത്രന്റെ നാമത്തിലാണ്. അപ്പൊ ഈ മറ്റുള്ളവര് പലരും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് പിതാവുണ്ട്, പുത്രനുണ്ട്, പിന്നെ ബഹുദൈവ വിശ്വാസികളാണെന്ന് ചിന്തിക്കും. എന്നാൽ ആ പുത്രത്വം നമുക്ക് നൽകി തന്നത് ആ പിതാവായ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ദൈവമായിരുന്നവൻ പുത്രനായിട്ട് വന്നതാണ്. ആ ഒരു മർമ്മമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അത് ഗ്രഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ബഹുദൈവ വിശ്വാസികളാണെന്ന്. എന്നാൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ ആ പിതാവായ ദൈവം പുത്രനായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു രക്ഷയെ കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. അത് മനസ്സിലാക്കിയാലേ നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിലുള്ള യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ നമ്മൾ നീതീകരണം പ്രാപിക്കത്തുള്ളൂ. നമ്മുടെ പാപത്തിന് മോചനം ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഫലമായിട്ടേ കഴിയത്തുള്ളൂ. അത് വിശ്വസിച്ചാലേ നമുക്ക് നിത്യജീവനെ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഇത് മനസ്സിലാക്കാനാണ് ഈ സുവിശേഷം കൊണ്ട് സാധിക്കേണ്ടത്. യേശുക്രിസ്തുവിലൂടെ രക്ഷ കരസ്ഥമാക്കുക. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ഏഞ്ചൽസ് പാടുന്നത്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് ദൂതന്മാർ വന്നിട്ട് ആട്ടിടയന്മാർ പറയുന്നത്. അത് സകല ജനത്തിനും ഉള്ളതാണ്. അല്ലാതെ യേശുക്രിസ്തു ഒരു ജാതിക്കോ ഒരു മതത്തിനോ വേണ്ടി വന്നതല്ല. യേശുക്രിസ്തു സകല ജനത്തിനും വേണ്ടി, സകല ജഡത്തിനും വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഭൂമിയിൽ ആരൊക്കെ ജനിച്ചുവോ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വന്നത്. എന്നാൽ ഇന്ന് മനുഷ്യര് എല്ലാം ഇങ്ങനെ വിഭാഗീയത വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മതമോ ജാതിയോ ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ദൈവം മനുഷ്യനെ മനുഷ്യജാതിയായിട്ട് ആണും പെണ്ണുമായിട്ട് മാത്രമാണ് സൃഷ്ടിച്ചത്. അതാണ് ദൈവത്തിന്റെ മുമ്പിൽ കാണുമ്പോൾ ദൈവം മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ക്രിസ്ത്യാനിയായിട്ടോ ഹിന്ദുവായിട്ടോ മുസ്ലിമായിട്ടോ ഒന്നും ദൈവം കാണുന്നില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കടന്നു വരുന്നവര് ആരാണെങ്കിലും കർത്താവ് നമ്മളെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. അപ്പൊ നമ്മൾ ദൈവമക്കളായി തീരണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാലേ സാധിക്കുകയുള്ളൂ. ദൈവമക്കൾക്കാണ് ദൈവത്തോടുള്ള ദൈവത്തിന്റെ അവകാശം ലഭിക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിൽ അവകാശം ലഭിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കാൻ നമുക്ക് ദൈവത്തോട് അടുക്കണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ സാധിക്കത്തുള്ളൂ. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അവരെ എന്നോട് അടുപ്പിക്കുവാനുള്ള മാർഗം കർത്താവ് യേശുക്രിസ്തുവാണ്. നമ്മളെ ദൈവത്തോട് അടുപ്പിക്കണമെങ്കിൽ ഒരു പാപയാഗം നടക്കണമായിരുന്നു. ആ യാഗത്തിലൂടെയാണ് നമുക്ക് നിത്യജീവനെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഈ മഹാസത്യം ഗ്രഹിപ്പാൻ കർത്താവ് ഈ എളിയവർക്ക് ഭാഗ്യം നൽകി എന്നുള്ളതാണ്. ഞാനതിങ്ങനെ ചിന്തിക്കും, എല്ലാം ഒന്നും അന്ന് മനസ്സിലാക്കിയിട്ടല്ലെങ്കിലും യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷയെന്ന് മനസ്സിലാക്കുവാൻ അന്ന് കർത്താവ് കൃപ നൽകി. അതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കാൻ ഇടയായിത്തീർന്നു. എന്നാൽ പിന്നത്തേടിലാണ് വചനത്തിന്റെ പല പ്രസംഗങ്ങൾ കേട്ടും ദൈവവചനം ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തും കൂട്ടായ്മ ആചരിച്ചും ഒക്കെയാണ് നമ്മൾ ഓരോ ദിവസവും വളരുന്നത്. ഇങ്ങനെ ആത്മാവിൽ വളർന്ന് നമ്മൾ ആത്മീയത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയത്തുള്ളൂ. അപ്പൊ എൻ്റെ ആ ഒരു ബാല്യകാലത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു യൗവന പ്രായത്തിൽ എനിക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. ആ ഒരു മഹൽ സത്യം ഗ്രഹിപ്പാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെ നിത്യജീവൻ എൻ്റെ ആ കാര്യങ്ങൾ ഗ്രഹിപ്പാനും അതിനുവേണ്ടി വിശ്വാസത്തിൽ ഇങ്ങനെ നിൽപ്പാനും അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാനും കർത്താവ് അവസരം നൽകി. സാധാരണ ഇങ്ങനെ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ആ സമയത്ത് ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സെക്കൻഡ് ഇയറിലൊക്കെ ആയപ്പോഴാണ് അന്ന് ഭവനത്തിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കോളേജിലൊക്കെ വന്നപ്പോഴേ ടീച്ചേഴ്സൊക്കെ പറയുമായിരുന്നു, നിന്റെ വിദ്യാഭ്യാസം കൂടെ പോകുന്ന കാര്യമാണ്, നിന്റെ മാതാപിതാക്കൾ നിന്നെ തിരിച്ചു കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറയുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്ത് എന്നെ തിരിച്ചു കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ എനിക്ക് ഇതിലൊന്നും നിൽക്കാൻ പറ്റിയില്ല. എന്നാൽ ദൈവം എന്നെ കണ്ടിരുന്നത് കൊണ്ട് വചനത്തിൽ പറയുന്ന പോലെ യഹോവയ്ക്ക് ഒരുവന് പ്രസാദം തോന്നിയാൽ യഹോവ
അവൻ്റെ ശത്രുക്കളെ കൂടെ അവനോട് ഇണക്കും. അപ്പം നമുക്ക് അനുകൂലമായിട്ട് സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കി തന്നു. ആ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ കർത്താവ് കൃപ നൽകി. അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി ഒരു നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ കർത്താവ് ബാക്കിയെല്ലാം ചെയ്തോളും. അങ്ങനെ വിശ്വസിപ്പാനും കർത്താവിൽ ആ രക്ഷയെ കരസ്ഥമാക്കാനും കർത്താവ് അതിന് ഭാഗ്യം നൽകി. ഇന്നോളം കർത്താവ് നിലനിർത്തി ഇത്രത്തോളം കൊണ്ടുവന്നു. ഞാനിവിടെ കുവൈറ്റിൽ ഞങ്ങൾ 2 പേരും ആയിരിക്കുന്നു. മക്കൾ 3 പേരും 3 കർത്താവ് ഇത്രത്തോളം നടത്തി. എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ദേവദാസിക്കും കുടുംബത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദർശനിലായിരിക്കുന്നു. സ്തോത്രം. ഞാന് ഈ സാക്ഷ്യം കേട്ടപ്പോ ചിന്തിക്കുകയായിരുന്നു, ഈ നമ്മുടെ വചനദീപ്തിയിലേക്ക് മുസ്ലിമിൽ നിന്നും കർത്താവിനെ അറിഞ്ഞു വന്ന പല സഹോദരന്മാരുമുണ്ട്. എല്ലാവരും വചനം വായിച്ച് പഠിച്ചു വന്നവരാ. അപ്പോ എനിക്ക് അതിശയം തോന്നുന്നത് ഇതാണ്, അവര് ഏകസത്യ ദൈവം അവര് മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബഹുദൈവ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ്, പക്ഷെ ആ ബൈബിൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 6-7 മുസ്ലിം സഹോദരന്മാരുമായവര് സാക്ഷീകരിക്കുവാനായിട്ട് വന്നു. ഞാന് കേട്ടപ്പോ എനിക്ക് എല്ലാവരുടെയും അവസ്ഥ ശരിക്കും ഒരുപോലെ തോന്നി. എല്ലാവരും വചനം വായിച്ചു, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കൂടി. വീട്ടിൽ ഒരു പക്ഷേ തനിച്ചൊരു പുസ്തകം കിട്ടി, അത് വായിച്ചു. പിന്നെ ആരോ ബൈബിൾ കൊടുത്തു, അത് വായിച്ചു. അപ്പോൾ ഈ വേദപുസ്തകത്തിന് ഒരു വലിയ ശക്തിയാ, അല്ലേ? അതുകൊണ്ടല്ലേ യോഹന്നാൻ 1:1 പറഞ്ഞിരിക്കുന്നത്, ദൈവം വചനമായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈ വചനം ദൈവമാണ്. അതുകൊണ്ടാണ് അത് വായിക്കുന്നവരോട് ഇടപെടുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ഇന്നും ഒരു പക്ഷെങ്കിൽ റസിയ സിസ്റ്ററിന്റെ വീട്ടിലുള്ളവര് ഒരു 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 ഓർത്തഡോക്സ് മുസ്ലിം ആളുകളാണ്. പക്ഷെങ്കിൽ അങ്ങനെയുള്ളവരെ ശരിക്കും കൊണ്ടുവരാൻ എളുപ്പമാണ്. കാരണം ഭക്തിയിൽ ജീവിക്കുന്ന, അത് എവിടെയായിരുന്നാലും ഭക്തിയിൽ ജീവിക്കുന്നവർ, അവർ ബൈബിൾ ഒന്ന് തുറന്ന് വായിച്ചാൽ ആ സത്യം അവർക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം ബാക്കി ഉള്ളവരെ കൂടെ കൊണ്ടുവരാൻ. ഞാനും ഈ സത്യം, ഞാനൊരു ജ്ഞാനായ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. എനിക്ക് പള്ളിയിലെ സുറിയാനിയും ചൊല്ലുത്തും കാര്യങ്ങളും അതിന്റെ പുറകെ ഞാനും നടന്ന. വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മൾ തമ്മിൽ ഈ പഴയ കാലത്തെ ജീവിതം വെച്ച് നോക്കിയാൽ. ഇപ്പോഴോ ആമേൻ, ക്രിസ്തുവിൽ നമ്മൾ ഒന്നായി തീർന്നു. ആമേൻ, ഒരപ്പന്റെ മക്കളായി തീർന്നു. അപ്പോൾ ഈ സത്യവേദ പുസ്തകം പഠിക്കുകയും വായിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം പലരും വേദപുസ്തകം വായിക്കുന്നില്ല. വായിക്കുക മാത്രമല്ല, ചിലര് ഒരു പഠനത്തിന് എന്നവണ്ണം പഠിച്ചാൽ മതി. ചിലര് പിശാചിനെ പണ്ടൊക്കെ ഞങ്ങള് തലക്കിൽ ബൈബിൾ എടുത്ത് വെക്കുമായിരുന്നു. എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ പിശാച് ക്ലോടി പൊയ്ക്കോളൂന്ന്. അത്ര ബഹുമാനമായിരുന്നു വേദപുസ്തകത്തെ. കാരണം അതിനെ പേടിച്ച്, അല്ലാതെ വേറൊന്നുമല്ല ചിന്ത. അപ്പം അതിന്റെ അകത്തും ഒരു സത്യം ഒളിഞ്ഞു കിടന്നിരുന്നു. ഈ വചനം സത്യമാണ്. ഇതൊന്നും അറിയാൻ വയ്യായികയുടെ കാലങ്ങളില അങ്ങനെയൊക്കെ എടുത്തു വച്ചിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു നെഞ്ചുവേദന അസുഖമോ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് മാറോട് ചേർത്ത് വെച്ചിട്ട് പറയും, കർത്താവെ എങ്ങനെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന്. ആ തൽക്ഷണം എനിക്ക് വിടുതൽ കിട്ടുവാൻ തക്കവണ്ണം ഇടയാവും. അപ്പോൾ ഈ വചനത്തിന്റെ ശക്തി ഏത് നിലയിലും എവിടെയും ഏത് സമയത്തും അത് പ്രവർത്തിക്കുമെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ആമേൻ, ദൈവത്തിന് അത്ര വലുതാ. അതുകൊണ്ടാണ് റസിയ സിസ്റ്റർ ഇത്ര പ്രാഗൽഭ്യത്തോടെ ഇന്ന് ആമേൻ ആയിരിക്കുന്നത്. കാരണം ഈ വചനം ഉള്ളിൽ അത്ര പഠിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദിനം പ്രതി നമ്മൾ ഒരു ശിശുവിനെ പോലെ ജനിച്ചു വീഴുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നും വളർച്ച നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. ക്രിസ്തു എന്ന തലയോളം. അതാണ്. അപ്പോ തീർച്ചയായിട്ടും കർത്തദാസിയുടെ കുടുംബത്തിലുള്ളവരെ കർത്താവ് വിടുവിക്കും എന്ന് നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നമുക്ക് അറിവില്ലല്ലോ ഓരോരുത്തരെ കുറിച്ച്. ഇന്ന് തൊട്ട് ആമേൻ ഞങ്ങളും പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. മക്കള് എത്ര പേരുണ്ട്? അവരെ എന്ത് ചെയ്യുകയാണ്?
എനിക്ക് 3 മക്കളാ ഞങ്ങൾക്ക്. മൂത്തയാള് ന്യൂസിലാൻഡില് പ്രോജക്ട് മാനേജ്മെന്റ് കഴിഞ്ഞ് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ എംടെക് കഴിഞ്ഞ് അയർലൻഡിൽ ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ ആള് ഫിസിയോതെറാപ്പി കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊക്കെ അറിയുവാനായിട്ട് ആഗ്രഹമുണ്ടാകുമല്ലോ. നമ്മൾ വ്യക്തിപരമായി അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പം കുഞ്ഞുങ്ങളും എല്ലാവരും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് അല്ലേ അതെ അതെ. വലിയ ഞാനും ഇവിടെ എന്റെ ജനിച്ചു കുടുംബവും വളർന്ന് അതെ അതെ. അതെ, ആ ഒരു വലിയ അനുഭവത്തിൽ എത്തപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. അപ്പം ഹസ്ബൻഡിനും ഒരു വലിയ പശ്ചാത്തലം ഉണ്ടല്ലോ കർത്താവിനെ അതെ അതെ. അറിയുവാൻ. ദൈവം അപ്പൊ ജ്ഞാനായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന കുടുംബമായിട്ട് മാതാപിതാക്കള് വിശ്വാസത്തിൽ വന്നു. അങ്ങനെ മക്കളും അവര് 4 ആൺപിള്ളേരായിരുന്നു. അവരും വിശ്വാസത്തിൽ വന്നു. മൂത്ത ജ്യേഷ്ഠൻ ഇപ്പോഴില്ല, നിത്യതയിൽ പ്രവേശിച്ചു. ബാക്കി 3 പേര്, ഒരാള് ദൈവവേലയിലാണ്, മറ്റവർ 2 പേരും ഇപ്പൊ ഇവിടെ കുവൈറ്റിലുണ്ട്. ഹസ്ബൻഡും ഒരു ഇളയ അനിയനും ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. പലപ്പോഴും മനുഷ്യർക്ക് ഇതിന്റെയൊക്കെ വ്യത്യസ്തതകൾ അറിയില്ല. നമ്മള് മുമ്പ് സിസ്റ്റർ പറഞ്ഞ ഒരു ഭാഗം കറക്റ്റ് ആണ്. ഒരു കുഞ്ഞ് മുസൽമാനായിട്ട് ജനിച്ചാൽ അവൻ മുസൽമാന്, ഹിന്ദുവായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഹിന്ദു, ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചാൽ ക്രിസ്ത്യാനി. അവരുടെ പേരൻസ് എന്ത് ചെയ്യുന്നോ അതിലേ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ നമ്മൾ ക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ മക്കളായിട്ട് ഈ ലെവലിലേക്ക് അതെ. എത്തപ്പെടുന്നത്. അപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് പെന്തക്കോസ്തിൽ പോകുക എന്നുള്ളത്. സിസ്റ്റർക്ക് അതിനെ കുറിച്ചുള്ള ഈ ഒരു ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞല്ലോ. അപ്പൊ പെന്തക്കോസ്റ്റൽ എന്ന് പറയുന്നത് അതൊരു അനുഭവമാണോ അതോ ഒരു സഭയാണോ? ഈ വ്യത്യാസത്തിൽ അനുഭവമാണ്. അതൊരനുഭവമാണ്. യേശുക്രിസ്തു തന്നെ ഒരു അനുഭവമാണ്. യേശുക്രിസ്തുവിനെ ക്രിസ്തുവായിട്ട് നമുക്ക് ഈ പറഞ്ഞ രൂപക്കൂട്ടിലോ അല്ലെങ്കിൽ എവിടെങ്കിലും ഒക്കെ ഇരുത്തി അങ്ങനെ നമുക്ക് കാണാം. പക്ഷെ യേശുക്രിസ്തു ഒരു അനുഭവമാണ്. നമ്മൾ അനുഭവിച്ചറിയണം. ദിനം തോറും നമ്മൾ അനുഭവിച്ചറിയുന്നതാണ്. നമ്മുടെ ജീവശ്വാസമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതും അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമുക്കിപ്പം എൻ്റെ ഹസ്ബൻഡിന് ഞാനും സംസാരിച്ചാലേ ഉള്ളൂ എൻ്റെ ഹൃദയത്തെ അറിയത്തുള്ളൂ. അതല്ല എങ്കിൽ എന്നാൽ യേശു കർത്താവ് അങ്ങനെയല്ല. നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവമാണ്. നമ്മളെ നന്നായി അറിയുന്ന ദൈവമാണ്. നമ്മൾ നിരൂപിക്കുന്നതിന് മുമ്പേ നമ്മളെ അറിയാം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞ ദൈവമാണ്. അതാണ് നമ്മളെ ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മളെ കണ്ട ദൈവമാണ്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. യേശുക്രിസ്തു നമ്മുടെ അങ്ങ് ജീവിതത്തിൽ ഇഴുകിച്ചേർന്ന് നമ്മളിങ്ങനെ ജീവിക്കുക. അവിടെയാണ് അതൊരു അനുഭവമാണ്. നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്കത്ര മനസ്സിലാകുകയില്ല. എന്നാൽ അനുഭവിച്ചറിയണം. യഹോവയെ രുചിച്ചറിയാനാ വചനം തന്നെ പറയുന്നത്. അപ്പം നമ്മൾ രുചിച്ചറിഞ്ഞ് ജീവിച്ചാലേ അതിൻ്റെ ആ മഹത്വം മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥിക്കുന്നു, ആവശ്യം കഴിയുമ്പോൾ കഴിഞ്ഞു. അത് അങ്ങനെയല്ല. ഇത് ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും ഏതൊരവസ്ഥയിലും ഏത് സാഹചര്യത്തിലും യേശുക്രിസ്തു നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. നമ്മുടെ ഭാരത്തില്, ദുഃഖത്തില്, വേദനയില്, സന്തോഷത്തില്, ആശ്വാസത്തില്, സമാധാനത്തില്, എല്ലാ ഘട്ടത്തിലും നമ്മളോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അതാണ് യേശുക്രിസ്തു. അതാണ് ഒരു അനുഭവമാണ്. ദൈവവചനം അത് തന്നെയാണ്. ദൈവവചനം ഞാനിങ്ങനെ ഈ കോവിഡ് സമയത്തൊക്കെ കുവൈറ്റിലാണ് ഏറ്റവും ആദ്യം പിന്നെ ഈ ലോക്ക്ഡൗൺ വരുത്തിയത്. ലോക്ക്ഡൗൺ അന്ന് ഇവിടുത്തെ എയർപോർട്ട് ക്ലോസ് ചെയ്തു. പിന്നെ ഒരു കണക്ഷനും ഇല്ല, എങ്ങോട്ടും പോകുമില്ല, വരവുമില്ല, ആർക്കും പോകാനും പറ്റിയില്ല. അന്ന് ഞങ്ങളുടെ മൂത്ത 2 പേരും ഓക്കെ, അവര് മെച്ചുവേർഡാണ്. അവര് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോയതുകൊണ്ട് ഓക്കെ, അവരവിടെ സെറ്റിൽഡ് ആണ്. ഐ മീൻ ദേ ആർ ഓക്കെ. പക്ഷെ എൻ്റെ ഇളയ മകൾ എന്ന് പറയുമ്പം അവള് ബാംഗ്ലൂര് മണിപ്പാലിലാണ് അവള് പഠിച്ചത്. അപ്പം മണിപ്പാലിലായിരുന്നു അവൾ ഫസ്റ്റ് ഇയർ. 2019 അവൾ ജോയിൻ ചെയ്തേ ഉള്ളൂ. 2020 മാർച്ചിൽ ഇവിടെ ലോക്ക്ഡൗൺ ആക്കി. ഒരു 6 മന്ത്സിന്റെ എക്സ്പീരിയൻസേ ഉള്ളൂ ഒക്കെ വെളിയിൽ. അതായത് അവള് ഞങ്ങളോടൊപ്പം വളർന്ന് 12th വരെ ഇവിടെ പഠിച്ചിട്ട് ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ. ഒക്കെ ആൾക്കാരുമായിട്ടോ മറ്റ് ഒന്നും ഒരു പരിചയമില്ല. അവിടെ തന്നെ ആണെങ്കിലും ഫസ്റ്റ് ഇയേഴ്സിന് അവർ സെപ്പറേറ്റ് ഹോസ്റ്റലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സീനിയേഴ്സുമായിട്ടൊന്നും ഒരു കണക്ഷൻ ഇല്ലാതെ, റാഗിങ്ങിന്റെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മകൾ അവിടെ ആയിരിക്കുന്നത്. ലോക്ക്ഡൗൺ ആക്കി. ഇവിടെ ലോക്ക്ഡൗൺ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. കോളേജ് ക്ലോസ് ചെയ്യുന്നു. അവരുടെ ഹോസ്റ്റൽ കോളേജ് ക്ലോസ് ചെയ്യുവാണ്.
അപ്പം ഹോസ്റ്റലിൽ വേണമെങ്കിൽ നിൽക്കാം, പക്ഷെ എല്ലാ കുട്ടികളും അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. NRI ആയിട്ട് വളരെ ചുരുക്കം പേരുണ്ട്. അത് കുവൈറ്റിനേ ഉള്ളു ലോക്ക്ഡൗൺ, മറ്റുള്ള ഗൾഫ് കൺട്രീസിൽ ലോക്ക്ഡൗൺ ഇല്ല, അവർക്ക് പോകാം. അപ്പൊ എൻ്റെ മോൾക്ക് പോകാൻ ഒരു സ്ഥലമില്ല. ഇതൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നു പോകുന്ന അനുഭവമാണ്. അന്ന് ഞാൻ ഫിലിപ്പിയ ലേഖനം 4-6-7 വാക്യങ്ങൾ ദൈവാത്മാവ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആ വാക്യം ഇങ്ങനെ വായിച്ചപ്പോഴത്തേക്കും, നിങ്ങളുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്, എന്നാൽ സകല ബുദ്ധിയും കവിഞ്ഞ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പൊ അവിടെ ആ ഒരു സമാധാനം എന്ന് പറയുന്നത് അതൊക്കെ അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ആ വചനം നമ്മൾ വായിക്കുമ്പോൾ വായിച്ചങ്ങ് വിടും, പക്ഷെ അത് ആ ഒരു സിറ്റുവേഷനിലുണ്ടല്ലോ, എനിക്കറിയത്തില്ല അതെങ്ങനെ എന്നെ പിടിച്ചു നിർത്തിയെന്നുള്ളതും. ഭയങ്കര ബലമായിരുന്നു ആ വചനം എന്നോട് ഇടപെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്. നമ്മുടെ ആവശ്യം, അത് എൻ്റെ ആവശ്യം, എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല ഈ സിറ്റുവേഷനിൽ. ഞാൻ ദൈവത്തോട് സ്തോത്രം പറഞ്ഞ് ഏൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ റൂംമേറ്റ് ഒരു ബോംബെക്കാരി കൊച്ചുണ്ടായിരുന്നു. അതിൻ്റെ പേരൻസ് ഈ കുഞ്ഞുങ്ങൾ, ഇവർ 3 പേരായിരുന്നു അന്നുണ്ടായിരുന്നത്. അവർ 3 പേരെയും ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ കുവൈറ്റിലുള്ള അവരുടെ റൂംമേറ്റിൽ തന്നെ. അവരെ 3 പേരെയും കൂടെ പേരൻസ് ഞങ്ങളെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി. അവിടെ ആയിരുന്നു ആ കോളേജ് തുറക്കുന്നിടം വരെ ആ കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ. നമുക്ക് അതിശയം തോന്നും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. നമുക്ക് പെട്ടെന്ന് ആരോട് പറയും, കോവിഡ് ആയതുകൊണ്ടാണ്, ഇൻഫെക്ഷൻ അല്ലേ. നമുക്കിപ്പോൾ എൻ്റെ പേരൻസ് ഉണ്ട്, അവർ പ്രായമായവരാണ്. അന്ന് മാതാവും പിതാവും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ രായിച്ചാൻ്റെ വീട്ടിൽ ആരുമില്ല, പേരൻസ് ഇല്ല, അവർ നേരത്തെ മരിച്ചുപോയി. പിന്നെ സഹോദരങ്ങൾ ഹെൽത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡിന്റെ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അതും നാട്ടിലും ലോക്ക്ഡൗൺ ആക്കി. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ യാത്ര കഴിഞ്ഞ് ഇവർ ബോംബെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതുമായി. അങ്ങനെ എനിക്കറിയത്തില്ല, ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ച ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹൃദയം ആശ്വാസം കൈക്കൊള്ളും. പിന്നെ ദൈവം അതിന് പോക്കുവഴി ഒരുക്കി തരും. ഏത് പ്രശ്നത്തിനും ദൈവസന്നിധി പോക്കുവഴി ഉണ്ട്. നമ്മളെ എന്നാ പറയണ്ടേ, ദൈവം അറിയാതെ അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത്. എല്ലോ ഒരു വഴി അടയ്ക്കുന്നെങ്കിൽ മറ്റൊരു വഴി ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കും. തീർച്ചയായിട്ടും ഞാന് ഇത് ചോദിച്ചത് നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും പല ക്വസ്റ്റ്യൻസ് കാണാം ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ. പലരും ചിലപ്പോ തുറന്ന് ചോദിക്കുവാൻ മടി കാണിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇതൊരു തുറന്ന വേദിയാണല്ലോ, തീർച്ചയായിട്ടും നമ്മൾക്ക് ഇത് പറയുവാനായിട്ട് സാധിക്കും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. മുൻപിൽ ഒരു ഗ്ലാസ് മധുരമുള്ള പാലും മധുരമില്ലാത്ത പാലും വെച്ചാൽ നോക്കുന്ന രണ്ടും പാലാണ്, അല്ലേ? നമ്മൾ എല്ലാ മതങ്ങളും ദൈവത്തെ വിളിക്കുന്നത്, പക്ഷെങ്കിൽ ആമേൻ, അത് രുചിച്ചാലേ ഏതിനാ ടേസ്റ്റ് എന്ന് നമുക്കറിയാൻ പറ്റൂ. അത് കഴിക്കുന്നതിലൂടെ മാത്രമേ വിടുതലുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മുമ്പേ റസൂൽ സിസ്റ്റർ പറഞ്ഞു, വഴി ഏതാകുന്നെന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യൻ തപ്പിത്തടയുന്നത്. കറക്റ്റ് ബൈബിൾ നമ്മൾക്ക് കറക്റ്റ് വഴി കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വഴി കാട്ടിയാണ്. ക്രിസ്തുവേശുവിൽ കൂടിയുള്ള ആ വഴി കാട്ടി, ആ വഴി നമുക്ക് കർത്താവ് സ്വയം ഞാൻ തന്നെയാണ് വഴിയെന്ന് താൻ തന്നെ പറഞ്ഞു, അല്ലേ? ആ കർത്താവ് അത്രയും ശക്തമായിട്ട് മറ്റാരും ഒരു വ്യക്തികളും പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അവര് പറയുന്നില്ല, പക്ഷെ മനുഷ്യരങ്ങ് പറയുകയാണ്, ഇതാണെന്ന് അങ്ങ് ചിന്തിക്കുകയാണ്. പക്ഷെ അത് യഥാർത്ഥമായിട്ട് സത്യം ഗ്രഹിക്കണമെന്ന് വിചാരിച്ചിട്ട് ഏത് മതത്തിലുള്ള അവരുടെ ബുക്ക് വായിച്ചാലും അവർക്കത് മനസ്സിലാക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഒരു ഒരു മതസ്ഥാപകനോ ഒരു മതപണ്ഡിതനോ ഒന്നും പറയുന്നില്ല നിങ്ങൾ എന്നെ പിന്തുടരുക, എന്നെ ചെയ്യുക. അവരൊരു മോളോട്ട് കാണിക്കുക, ഒരു വഴി കാണിച്ചു കൊടുക്കുക. പക്ഷെ അവിടെ എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നതുപോലെ ജീവിക്കുക എന്ന് പറയുന്നെങ്കിൽ അതിനൊരു മാതൃകയില്ല. എന്നാൽ യേശുക്രിസ്താവ് അങ്ങനെയല്ല. യേശുക്രിസ്താവ് എല്ലാത്തിനും മാതൃകയാണ്. നിങ്ങൾ ഇന്നത് ചെയ്യാൻ പറയുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാണെന്ന് പറഞ്ഞെങ്കിൽ, ദൈവം ജീവനായിട്ട് മരിച്ചവരെ ഉയർപ്പിച്ചു.
അല്ലെങ്കിൽ കുരുടർക്ക് കാഴ്ച കൊടുത്തു. അപ്പൊ ദൈവത്തിന്റെ എല്ലാ പ്രത്യേകതകളും യേശു കർത്താവിലുണ്ട്. ഒരു ദൈവം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് എന്തെല്ലാം അധികാരമുണ്ട്, അതെല്ലാം യേശു കർത്താവിലുണ്ട്. അത് ദൈവം കാണിച്ചു തന്നതാണ്, നമ്മൾ അസ്യൂം ചെയ്യുന്നതല്ല. ദൈവം അതുകൊണ്ട് പെന്തക്കോസുകാരാരുമല്ല റസിയ സിസ്റ്ററെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നത് അല്ല എന്നുള്ളത് ഈ സാക്ഷ്യത്തിലൂടെ പ്രിയപ്പെട്ടവരെ വ്യക്തമാണ്. ആമേൻ. കർത്താവിന്റെ വചനം പഠിച്ചു, പ്രാർത്ഥനയിലും വചന പഠനത്തിലും കർത്താവിന്റെ നാമത്തിന്റെ ശക്തി എന്താണെന്നും നിത്യജീവൻ എന്താണെന്നും തന്റെ മരണശേഷം തനിക്ക് എന്തു സംഭവിക്കുമെന്നും എവിടെ ചെന്നെത്തുമെന്നും ഒക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അത് വ്യക്തമായി മനസ്സിലാക്കിയാണ് കർത്തദാസി ഈ ഭാഗത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഭവനക്കാർക്കും ഇതൊക്കെ അറിയാം ഏകദേശമൊക്കെ. പക്ഷെങ്കിൽ നമ്മളായിരിക്കുന്ന സൊസൈറ്റി വിട്ടിട്ട് മറ്റൊന്നിലേക്ക് വരുവാൻ മടിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഒരു പൊസിഷൻ ഉണ്ട്, മറ്റുള്ളവരുടെ സൊസൈറ്റിയിൽ നമുക്ക് എന്തോ ഒരു വിലയുണ്ട്, നമുക്ക് തന്നെ ഒരു ഹെഡ് വെയിറ്റ്. ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് അവർക്ക് സാമുദായിക ഭയം, അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും എന്നുള്ള ഭയം. നമ്മളെ കുറിച്ചല്ല, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് അങ്ങനെ വരുന്നേ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് എന്റെ പ്രേക്ഷകരോട് എനിക്ക് കർത്തദാസിയുടെ സാക്ഷ്യത്തിൽ കൂടി ഒരു കാര്യം പറയുവാനുള്ളത്, ആമേൻ, നാടോടുമ്പോൾ നടുവേ പോകേണ്ടതല്ല നമ്മൾ. നമ്മുടെ ശരീരത്ത് വേദനിക്കുമ്പോൾ അത് നമുക്കാ വേദനിക്കുന്നത്. വേദന കാണാൻ ധാരാളം ആളുകൾ കാണും, പക്ഷെ എന്റെ കൈ മുറിഞ്ഞാൽ വേദന എനിക്കേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. ആകയാൽ ആ സ്നേഹം അവൻ എനിക്ക് വേണ്ടി വെളിപ്പെടുത്തി. ആ കർത്താവിനെ വിശ്വസിച്ചു. ആ കർത്താവിലൂടെ നിത്യരക്ഷ കൈമുതലാക്കുവാൻ കർത്തദാസിക്ക് ഭാഗ്യം ലഭിച്ചു. സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനം, അതായത് ജീവന്റെ പുസ്തകത്തിൽ അവൻ തന്റെ പേര് എഴുതപ്പെടുവാൻ ഇടയായി. ആകയാൽ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇനിയും ധാരാളം സമയങ്ങൾ നിങ്ങളുടെ മുൻപിൽ ചിന്തിപ്പാനുണ്ട്. കഴിഞ്ഞ നാളുകളൊക്കെ വെറുതെ ആയിട്ട് നിങ്ങളുടെ സമയങ്ങൾ കളഞ്ഞുവെങ്കിൽ ഇന്ന് ഈ കർത്തദാസിയുടെ സാക്ഷ്യം തനിക്കും ഒരു നാമധേയ നിലയിൽ ജീവിക്കാമായിരുന്നു. ആമേൻ. എത്രയോ നാമധേയ ക്രൈസ്തവരുണ്ട്. എന്നാൽ അവയൊക്കെയും വിട്ടിട്ട് ഈ സത്യം തേടി, ഈ സത്യത്തിന് വേണ്ടി ഒരു നല്ല യൗവനത്തിലാ. ശരിക്കും പറയാമെങ്കില് ഒരു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഒരു 18 വയസ്സെന്നൊക്കെ പറയുമ്പം നല്ല ആമേൻ ലോകപ്രകാരം അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട ഒരു സമയമാണ്. അപ്പോഴാണ് ആമേൻ ഒരു പ്രെയർ ഗ്രൂപ്പിൽ ചെന്നെത്തപ്പെടുവാൻ ഇടയായത്. സ്തോത്രം. എന്റെ ജീവിതത്തിലെ ഒത്തിരി അനുഭവങ്ങൾ ഇതുപോലെ പറയുവാനുണ്ട്. എങ്കിലും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ആമേൻ. കർത്താവിനെ കണ്ടെത്തുവാൻ കർത്താവ് കണ്ടിട്ടുള്ളവരെ എവിടെയെങ്കിലും വെച്ചൊക്കെ കർത്താവ് മുഖാന്തരങ്ങളെ ഒരുക്കിക്കോളും. അത് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ കണ്ടതാ. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴല്ല, അത് കർത്താവ് കണ്ടത് കൊണ്ടാണ് കർത്തദാസി ആമേൻ ഈ ലെവലിൽ എത്തി എന്നുള്ളത് തന്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ പ്രിയപ്പെട്ടവർ കേട്ടല്ലോ. ആകയാല് ഇന്ന് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവരെ ആരെയും ലജ്ജിപ്പിച്ചിട്ടില്ല. കർത്തദാസി ഒറ്റയ്ക്ക് ഭവനത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിലും എനിക്ക് വളരെ ടച്ച് ചെയ്തു. തന്റെ കുടുംബക്കാരെ എല്ലാം കൂടെ പ്രതിനിധീകരിച്ച് തന്റെ സഹോദരൻ ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല എന്ന് ആമേൻ കാണിക്കേണ്ടത്. കാരണം മാതാപിതാക്കളെ വേദനിപ്പിച്ചുമില്ല, അവരെ യാതൊരു വിധത്തിലും ആമേൻ അവർക്ക് പ്രയാസം ഉണ്ടാക്കാത്ത നിലയിലൂടെ അവരുടെ സമ്മതത്തോടു കൂടി ആമേൻ താൻ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് ഇന്ന് തനിക്കത് സന്തോഷവും സമാധാനവും ഉളവാക്കുന്ന നിലയിലൂടെ ആയിത്തീരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്തദാസിയെ ഓർത്ത് ഞാൻ ആമേൻ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുകയാണ്. കർത്തദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താൻ ആയിരിക്കുന്ന ജോലി സ്ഥലത്തും താൻ അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. കുടുംബത്തിലും താന് ഒരു അനുഗ്രഹീത മാതാവായി, ഒരു ഭാര്യയായി ആമേൻ ഇതുവരെ ജീവിപ്പാൻ ഇടയാക്കിയെങ്കിൽ തുടർന്നും കർത്താവ് അതിനിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആമേൻ ഒരിക്കൽ കൂടി അതിനായി ആശംസിക്കുകയും ചെയ്യുന്നു. ഇത്രത്തോളം സമയം ആമേൻ തിരക്കിന്റെ നടുവിൽ ഞങ്ങളോടൊത്ത് സമയം ചിലവഴിച്ചല്ലോ, അതിനായിട്ട് വളരെ നന്ദി പറയുന്നു. നെറ്റിന്റെ പ്രയാസം ഉണ്ടാകുമെന്ന് നമ്മൾ അല്പം ഭയപ്പെട്ടെങ്കിലും കർത്താവ് അതിനെയും ആ കാറ്റിനെ കടലിനെയും ഒക്കെ
ശാസിച്ച് നിർത്തിയ കർത്താവ് ഒരു പ്രയാസവും തടസ്സവും കൂടാതെ ഈ 1 മണിക്കൂർ സമയം നമുക്ക് ചിലവഴിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. ഇനിയും ധാരാളം അനുഭവങ്ങൾ കർത്തദാസിക്ക് പറയാനുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം ചുരുങ്ങിയ വാചകത്തിലൂടെ ആമേൻ അല്ലേ, ഒരു ഉരുള ചോറല്ല, കറിയും മീനും എല്ലാം കൂടെ വെച്ച് ഒരു ഉരുള ചോറ് ഉരുട്ടി എടുക്കുന്നത് പോലെ പെട്ടെന്ന് പറഞ്ഞു നിർത്തി. എങ്കിലും സാരമില്ല, ആമേൻ. തന്റെ അനുഭവം പറഞ്ഞത് അത് യഥാർത്ഥ സത്യവും അനേകരെ നിത്യതയിലേക്ക് വഴികാട്ടിയുമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ അഭിഷിക്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അധികമായി കർത്താവ് ഉപയോഗിക്കണമേ. അവരെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയ്ക്ക് അവരെ അനുഗ്രഹ വിഷയമായി തീരുന്നതിനായിട്ട് സ്തോത്രം. തുടർന്നും കർത്താവ് അവരെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും അവരെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ. പ്രത്യേകാൽ കർത്താവ് സിസ്റ്ററിന്റെ ആമേൻ ഭവനത്തിലുള്ള മാതാക്കൾ, സഹോദരങ്ങൾ, പിതാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ രക്ഷയുടെ സത്യം അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെടേണ്ടതിന് കർത്താവ് ഇടയാക്കണമേ. ഈ സത്യവചനം അവരുടെ ഹൃദയത്തിൽ ഇടപെടുമാറാകണമേ. കർത്താവ് തന്നെ അവരോട് സംസാരിക്കണമേ. അങ്ങേക്ക് ഏത് നിലയിലും അപ്പാ അവിടുത്തെ സന്നിധിയിലേക്ക് ജനത്തെ അടുപ്പിക്കുവാൻ കഴിയുമല്ലോ. അതിനുവേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റി തന്നത്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ മരണത്തെ, ഹല്ലേലൂയ, അങ്ങ് മരണത്തെ ഏറ്റെടുത്തത്. ആകയാൽ മരണത്തിൽ സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങളുടെ അരുമനാഥന്റെ കല്ലറ തുറക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇന്നും ജീവിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അതിവേഗം ഞങ്ങളെ ചേർക്കുവാൻ, അങ്ങ് ഇരിക്കുന്നിടത്ത് ഞങ്ങളെ ചേർക്കുവാൻ കടന്നു വരികയും ചെയ്യുമല്ലോ. ആകയാൽ വിശുദ്ധിയോടെ ഞങ്ങളുടെ വരും ദിനങ്ങളിൽ ജീവിപ്പാൻ, അവിടുത്തെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മഹത്വത്തോടെ വിശുദ്ധിയോടെ ആമേൻ അവിടുത്തെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവിടുത്തെ ഞങ്ങളെ ഇടയാക്കണം. നന്മ കൊണ്ട് നിറയ്ക്കണം. കർത്തദാസിയെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ 3 പേരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവര് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ പിന്നെ സഹായിക്കണം. നന്മ കൊണ്ട് നിറയ്ക്കണം. ഈ സാക്ഷ്യം കേൾക്കുന്ന ആ ഓരോ വ്യക്തി ജീവിതങ്ങളെയും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. God bless you all. Maranatha.